ഹലോ! ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വ്ലോഗ് എടുക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ കയ്യിൽ ആ ഒരു ഇങ്ങനെ എന്തൊക്കെയോ ഒരു കടിച്ചൊരു പാടുകളില്ലേ, ഇന്നൊക്കെ നന്നായിട്ട് മാഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ആൾക്ക് ഉറക്കമില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ആൾക്ക് നല്ല എന്താ പറയുക കോസി ആയിട്ടുള്ള ഉറക്കമുള്ള ദിവസമാണ് കേട്ടോ. ഒന്നരാടം ഉറക്കത്തിൻ്റെ ആളാണല്ലോ അല്ലേ? അങ്ങനെ ദേ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ആകെ അലമ്പായിട്ട് കിടക്കുകയാണ് ഗൈസ്. അതൊക്കെ റീസെറ്റ് ചെയ്യണം. നമ്മൾ മുറ്റത്ത് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീപോട്ട് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ചെടികളാണ് ഈ 2 പോട്ടിലുകളിൽ ഇരിക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ ഫുള്ള് ക്രീപ്പേഴ്സുകളൊക്കെയാണ്. പക്ഷെ അതൊക്കെ എന്താ പറയുക, ആ സൈഡിലിരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ കണ്ടില്ലേ? ആ ഒരു എന്താ എനിക്ക് പേരെനിക്കറിയില്ല, മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതൊക്കെ കവറുകളിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, മണ്ണിലേക്കൊക്കെ വയ്ക്കണം. അങ്ങനെ കുറേ പണിയുണ്ട് നമുക്ക് 90 ആകുമ്പോഴേക്ക്. പിന്നെ ദേ നമുക്ക് 90 എന്നുള്ള പരിപാടി നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാനൊരു സംഭവം പറയാം. ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഞാൻ റിസോർട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഫോറിനേഴ്സ് ലഞ്ച് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ഡ്രിങ്കാണ് കഴിക്കുക. അപ്പോൾ ഞാൻ വിനിച്ചേട്ടന് ഉണ്ടാക്കി കൊടുത്തു. ഇതൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് മേലേക്ക് കയറിപ്പോയതാണ് കേട്ടോ. വിനിച്ചേട്ടൻ അവിടെ നിന്ന് വർക്ക് ചെയ്യും, മക്കൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് TV കാണും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്യും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരിക എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ വിനിച്ചേട്ടന് ഞാൻ ട്രൈ ചെയ്ത് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഇത് സത്യത്തിൽ ഞാൻ മുന്നേ ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ് കേട്ടോ. അപ്പം ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ഈ ഒരു സംഭവം കഴിക്കുന്നത്. അപ്പോൾ വിനിച്ചേട്ടനത് എന്താണെന്നുള്ളത് ഗസ് വലിയ ചെയ്യ് കാര്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഞാൻ എന്താ വിനിച്ചേട്ടനോട് ഗസ് ജ്യൂസ് ചെയ്യാൻ എന്നുള്ളത്. പറയുന്നുണ്ട്. രണ്ട് ഓപ്ഷൻ. ഹെൽത്തി കുക്കുമ്പർ അല്ല. വെള്ളരിക്ക നോ. കുമ്പളങ്ങ. കുമ്പളങ്ങ കഴുകി വെക്കണം. എടോ, ഗ്ലാസ് കഴുകി വെക്കണം. ഞാൻ തന്നെ കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകാൻ ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ ആണെങ്കിൽ ഈസി ആയിട്ട് കഴുകാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് 1 മണിയായപ്പോഴേക്ക് കറക്റ്റ് ഏകദേശം അപ്പൂസൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൂസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തിരക്കും എന്ത് ബഹളമോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വിശക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആൾ താഴേക്ക് ഇറങ്ങി വരും കേട്ടോ. ജിംബു പക്ഷേ അങ്ങനെയല്ല. ജിംബു മാക്സിമം എന്തെങ്കിലുമൊക്കെ TV ആണെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പതിയെ ആളിറങ്ങി വരുള്ളൂ. അപ്പൂസിന് വിശന്ന് കഴിഞ്ഞാൽ അപ്പു കറക്റ്റ് താഴെ വന്ന് ആൾ ഫുഡ് കഴിക്കാൻ വേണ്ട. പക്ഷേ ആൾ ഫുഡ് കഴിക്കാൻ വന്ന സമയത്താണ് കണ്ണൻ ബേബി എണീറ്റ് ആൾക്ക് ഫീഡ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഉറക്കം മൂഡാണ്. പക്ഷേ എങ്കിലും കിടത്തി കഴിഞ്ഞാൽ എണീക്കും എന്നുള്ള രീതി ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം ഫീഡ് ചെയ്തിട്ട് വേണം അപ്പൂന് ഫുഡ് കൊടുക്കാൻ പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിനിച്ചേട്ടൻ തന്നെ ബേബീനെ എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇന്നാണെങ്കിൽ അപ്പുക്കുട്ടൻ നല്ല ഫുഡൊക്കെ കഴിക്കുന്ന മൂഡുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ്, വെളിച്ചെണ്ണ, ഉപ്പ്, അതിൽ ഇന്ന് നമ്മൾ എന്താ പറയുക, മറ്റേ വെള്ളക്കടലയുണ്ടല്ലോ, അത് ഒരു മസാല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് കടല വേവിച്ചത് മാത്രം ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോ ഉരുളയുടെ മേലെയും ഓരോ കടല വെക്കും. പിന്നെ അവൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉരുളയുടെ മേലെയും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ കിരീടങ്ങളാക്കി വെക്കും. എന്നിട്ട് ആളതെടുത്ത് കഴിക്കും. അങ്ങനെയായിരുന്നു ഇന്നത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിക്ക സമയങ്ങളിലും ആൾ ഫുഡ് കഴിക്കാറുണ്ട്. എങ്കിലും ചില ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ചില ദിവസം എന്ന് പറയുകയാണെങ്കിൽ ആൾ ഒറ്റയ്ക്കേ കഴിക്കുള്ളൂ, എന്താ പറയുക, ഒറ്റയ്ക്കേ എടുത്ത് കഴിക്കുള്ളൂ. അങ്ങനെ കുറേ നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ട്. പക്ഷേ ചില ദിവസം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാരി കൊടുത്താലേ കഴിക്കുള്ളൂ കേട്ടോ. 90ൻ്റെ വിശേഷം പറയാമല്ലേ. നമ്മൾ വിചാരിച്ചതുപോലെ ഈ ശനിയാഴ്ചയ്ക്ക് 90 കഴിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിനോവേഷൻ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒന്നും കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ തന്നെ ഇനിയിപ്പം മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആയിട്ട് കിച്ചൺ പൊളിക്കാൻ ആൾ വരെയുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് റിനോവേഷനും ഒക്കെ നമുക്ക് ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും കഴിയില്ല. പിന്നെ ആകെ ഒരു ഫ്രസ്ട്രേഷൻ മൈൻഡായിരിക്കും. ചിലപ്പം അവർ കിച്ചൺ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും റീസെറ്റിങ്, പിന്നെ റൂമിൻ്റെ റിനോവേഷൻ, അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാവും. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു, ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു
നല്ല ദിവസം നോക്കിയിട്ട് നമുക്ക് ആ ഒരു സംഭവം എന്താ പറയുക ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല, കാരണം നമ്മളെ സമാധാനമാണ് അമ്മയുടെ സമാധാനം. അപ്പോൾ പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വലിയ വലിയ കാരണന്മാരും കാര്യങ്ങളും നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ പിന്നെ വേറെ കുഴപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു സംഭവം അങ്ങനെ ആക്കിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഫുഡ് കഴിച്ചു. വിൻചേട്ടൻ ഓൾറെഡി ഫുഡ് കഴിച്ചു കേട്ടോ. ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആഷിക്കുട്ടൻ ബിരിയാണി കൊണ്ടുവന്നത്. ഇന്ന് ഈദാണല്ലോ. അപ്പോൾ വിനിച്ചേട്ടന് നല്ല വിനിച്ചേട്ടൻ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ച് വയറ് ഫില്ലായത് കേട്ടോ. അപ്പോഴാണ് ആൾ ബിരിയാണി കൊണ്ടുവന്നത്. പിന്നെ വിനിച്ചേട്ടൻ വലിയ കാര്യമായിട്ട് കഴിച്ചില്ല. ജിബുവിനെ 2-3 ഉരുള വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് ആഷിക്കുട്ടൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത് എന്തൊക്കെയോ ഒരു ഗെയിമൊക്കെ കളിക്കാൻ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അപ്പക്കുട്ടനെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് വിനിച്ചേട്ടൻ കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുത്തെങ്കിൽ ആൾ പെട്ടെന്ന് കിടന്നുറങ്ങും. അപ്പൊ ചേച്ചി ഇവിടേക്ക് എന്നോങ്ങനോ അപ്പൊ ചേച്ചി ഉറങ്ങാണ്. ആര് കണ്ണ ആര് കണ്ണ ആര് കണ്ണ Soy arena, oh so bright. Baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. അങ്ങനെ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ചക്കരക്കുട്ടിയാണെന്ന് വന്നിരിക്കുന്നത്. ചക്കരക്കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അനിയത്തിയാണ്. ഇത് ആളുടെ ഹസ്ബൻഡാണ് കേട്ടോ. അവർ രണ്ടുപേരും ആളുടെ വീട് ചക്കരയുടെ വീട് വൈപ്പിനാണ്. പക്ഷെ അവരിപ്പോൾ ദുബായ് സെറ്റിൽഡാണ് കേട്ടോ. അപ്പോൾ അവർ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നതാണ് മക്കളെയൊക്കെ കാണാനായിട്ട്. ചോര ടാറ്റ പറഞ്ഞേ, ടാറ്റ കൊടുത്തേ. ഓക്കെ ഓക്കെ ഓക്കെ. മണ്ണിമൂണ്ട് അടിക്കല്ലേ. ടാറ്റ കൊടുത്തേമ്പാ.